തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബ്രീഡറെ തീരുമാനിക്കുന്നത്? പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പവർ കട്ട്. കുത്തും ആലോചിക്കണം, വോട്ട് കുത്തും ആലോചിക്കണം. കൂടുതലായില്ലേ വിസ്മയങ്ങൾ? ഇനി വേണോ? അല്ല ഇനി വേണോ? വൈദ്യുതി വന്നാലല്ലേ സംസാരിക്കാൻ കഴിയൂ എന്ന് മന്ത്രി സണ്ണി ജോസഫിനോട് സതീശൻ. നമസ്കാരമുണ്ട്. മലയാളത്തിലെ പ്രസിദ്ധമായ 2-3 പഴഞ്ചൊല്ലുകളുണ്ട്. ഒന്ന് നിറകുടം തുളുമ്പില്ല, മറ്റൊന്ന് വറ്റും കുടം തുളുമ്പിക്കൊണ്ടിരിക്കും, മറ്റൊന്ന് പെയ്യാൻ പോകുന്ന മഴമേഘം ഗർജിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഇടി മുഴക്കാറില്ല, പിന്നെ കുരയ്ക്കും പട്ടി കടിക്കില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം ഏറെക്കുറെ ഒന്നാണ്. വലിയ വാചകമടിക്കുന്ന ഒരാളും പ്രവൃത്തിയിൽ വിജയിച്ചു കണ്ടില്ല. നന്നായി പ്രവൃത്തി ചെയ്യുന്നവൻ, നന്നായി ഡ്യൂട്ടി ചെയ്യുന്നവൻ അവൻ്റെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കും. വാചകം വലിയ തോതിൽ അടിക്കില്ല. വലിയ തോതിൽ വാചകം അടിക്കുന്നവരൊക്കെ പ്രവൃത്തിയിൽ മിക്കപ്പോഴും പരാജയമായിരിക്കും എന്നുള്ളതാണ് ഒരു ലോകസത്യം. അതിപ്പോൾ ഇവിടെ എന്തിനാ പറഞ്ഞതെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടാടുന്ന ചില ട്രോളുകളാണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ വീണ്ടും പവർ കട്ട് വന്നിരിക്കുന്നു 10 കൊല്ലത്തിന് ശേഷം. അപ്പോൾ വാചകമടിക്കുന്നത് പോലെയല്ല ഭരണത്തിൽ വന്നാൽ എന്നുള്ളത് ഇപ്പോൾ UDFിൻ്റെ മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കും ഓരോരുത്തർക്കായി മനസ്സിലായി തുടങ്ങുന്നു. അതാണല്ലോ ഇപ്പോൾ ഈ വൈദ്യുതിയുടെ കാര്യത്തിൽ കണ്ടത്. എന്ത് മായാജാലമാണ് ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷം ഈ പവർ കട്ടില്ലാതെ കൊണ്ടു നടന്നത് എന്ന് നമുക്കറിയില്ല. അതിപ്രളയമുണ്ടായി, വരൾച്ചയുണ്ടായിരുന്നു, കൊറോണയുണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികളും നേരിട്ടപ്പോഴും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ വൈദ്യുതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കടന്നുപോയ ഒരു 10 വർഷമായിരുന്നു. അവർ ഇനിയും ഭരണത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവുമായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവർ ഭരണത്തിൽ വന്നപ്പോൾ അവർ അന്ന് പറഞ്ഞിരുന്നൊരു സംഭവമുണ്ട്, പരസ്യമൊക്കെ കൊടുത്ത സംഭവം നമ്മൾ പറഞ്ഞില്ലേ, ഏത് ഇരുണ്ട കാലം തിരിച്ചു വരുമെന്ന്. ഏതാണ്ട് കരിനാക്കായ പോലെ ഓരോന്നായി തിരിച്ചു വരുന്ന പോലെയാണ് അനുഭവം എന്നാണ് ഇപ്പം ചില സുഹൃത്തുക്കൾ പറയുന്നത്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെ തന്നെയാണ് PM ശ്രീ എന്ന പദ്ധതിയുടെ കാര്യത്തിലും അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലൊക്കെ UDF നേതാക്കൾ പറഞ്ഞത്, KM ഷാജിയെ പോലുള്ള നേതാക്കൾ പറഞ്ഞത്, ഇടതുപക്ഷം PM ശ്രീ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ എടുത്ത് അറബിക്കടലിൽ തൂക്കിയെറിയുമെന്ന് പറഞ്ഞ അതേ ആൾക്കാർ ഇപ്പോൾ അധികാരത്തിൽ തിരിച്ചു വന്നപ്പോൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ സഹായം അതിൻ്റെ പേരിൽ നേടി വൻതോതിൽ വോട്ടുകൾ കിട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ PM ശ്രീ നടപ്പിലാക്കാൻ വലിയ പ്രേമമായിട്ട് അവരെ മുന്നിട്ടിറങ്ങുകയാണ്. അവരുടെ മുന്നണിയിൽ അതേ പറ്റിയിട്ട് വലിയ കോലാഹലം നടക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ വലിയൊരു പ്രശ്നങ്ങളിലൂടെ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അപ്പോൾ അന്നത്തെ വാചകമടിക്കലല്ല, ഇന്നത്തെ ഭരണം എന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഇവർ എന്ന് നമുക്ക് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. മറ്റൊരു വാചകമടി എന്തിനെ പറ്റിയായിരുന്നു വെച്ചാൽ, ഇടതുപക്ഷവും BJPയും തമ്മിൽ ബായിയാണ്, ഇവിടുത്തെ മതേതരത്വം ഇതാ പൊളിയാൻ പോണു, അതിന് വലിയ കൂട്ടുനിൽക്കുകയാണ് ഇടതുപക്ഷം എന്ന് ആക്ഷേപിച്ച് ഈ ഇതേപോലെ ന്യൂനപക്ഷ ഏകീകരണം നടത്തി വോട്ടൊക്കെ പെട്ടിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ കാഴ്ചകൾ നിങ്ങൾ പ്രേക്ഷകർ ഒന്ന് നേരിട്ട് കിട്ടുന്നു കേട്ടോ. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബ്രീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് ബ്രീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? റിപ്പോർട്ടഡ് ബ്രേക്കിംഗ്. പ്ലീഡർ നിയമന വിവാദത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. GP നിയമനത്തിലെ KSU പ്രതിഷേധത്തെ തള്ളിയ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെയാണ് അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത്. അതേ KSUവിന് കടുത്ത എതിർപ്പുണ്ട്. KSUവിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടം. SFI സംഘപരിവാറിന് വേണ്ടി KSUവിനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന് SFI അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു എന്നതുകൂടിയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ KSU പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി കൂടുതൽ KSU നേതാക്കൾ രംഗത്ത്. മുക്കാൽ പിണറായിയെ അല്ല അധികാരത്തിൽ ഇരുത്തിയത് എന്ന് KSU സംസ്ഥാന ട്രഷറർ ആദിൽ KKB റിപ്പോർട്ടറിനോട് പറഞ്ഞു. KSUക്കാരുടെ തല തല്ലിപ്പൊളിച്ചവർ സർക്കാരിൽ നിന്നും ആനുകൂല്യം പറ്റാൻ വരുമ്പോൾ മനസ്സ് വ്രണപ്പെടുമെന്നും വിമർശനം. KSUവിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ തിരുത്തണമെന്നും ആവശ്യം. ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ നേതൃത്വം പോയാൽ
അത് UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ചോദ്യം ചെയ്യപ്പെടും. അത് ഏത് അധികാര കേന്ദ്രത്തിലുള്ളതാണെങ്കിലും അവിടെ ചോദ്യങ്ങൾ ഉയരും. പിണറായി വിജയൻ PMCയിൽ ഒപ്പിട്ടപ്പോൾ മിണ്ടാകുന്ന SFIയെ പോലെ മിണ്ടാതിരിക്കുന്ന സംഘടനയല്ല KSU. അതൊരു മുക്കാൽ പിണറായി എന്ന് പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി രാവിലെ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിനകത്ത് KSUകാർക്ക് ഇതിൽ എന്ത് ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ളവൻ്റെ തല തല്ലിപ്പൊളിച്ച ഒരു സംഘടന, ആ സംഘടന ഈ UDF ഒരു അധികാരത്തിലെത്തുന്ന സമയത്ത് ആ സംഘടനാ പ്രവർത്തകർ ഇതിൻ്റെ ആനുകൂല്യം പറ്റാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് വ്രണപ്പെടും. ഈ പറഞ്ഞത് തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഏതാണ്ട് ഈ വാർത്തകൾ കണ്ടപ്പോൾ ഒരു പിടുത്തം കിട്ടിക്കാണും. ഈ വാചകം പഠിക്കുന്നത് പോലെയല്ല, ഭരണത്തിലിരുന്നാൽ വലിയ കഷ്ടമുള്ള പരിപാടിയാണ്. ഈ ഗവൺമെന്റ് ലീഡർമാരെ ഒന്ന് അപ്പോയിന്റ് ചെയ്യണമല്ലോ. അപ്പൊ ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന പോലെയല്ല, ലീഡർമാരെ നിയമിക്കുമ്പോൾ പല പല കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടി വരും. പലർക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ കൂടെ നിന്ന് ഞങ്ങളെ നിങ്ങൾ തഴഞ്ഞു എന്ന് ഈ നിയമത്തിന് പഠിക്കുന്ന KSUക്കാരൊക്കെ പഠിക്കുന്ന നിയമത്തിന് പഠിക്കുന്ന കോളേജിലെ KSU യൂണിറ്റുകാർ, തിരുവനന്തപുരം ലോ കോളേജിലെ കുട്ടികൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സാറ് ചൂടാകുന്ന ഭാഗമാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. അതിന് മറുപടി പറയുന്ന ഭാഗമാണ് നമ്മൾ അവസാനം കേട്ടത്. മുക്കാൽ പിണറായി എന്ന ഒരു പുതിയ പേര് കൂടെ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ തന്നെ ഒരു പൂക്കി എന്ന പ്രയോഗം ഓൾറെഡി ചാർത്തി കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ മുക്കാൽ പിണറായി എന്ന ഒരു സ്ഥാനം കൂടെ സ്വന്തം പാർട്ടിക്കാർ ചാർത്തി നൽകിയിട്ടുള്ളത്. ആറ്റുനൂറ്റ് 10 കൊല്ലത്തിന് ശേഷം ഭരണമൊന്ന് തിരിച്ചു കിട്ടിയതാണ് കേട്ടോ. തിരിച്ചു കിട്ടിയിട്ട് ഏതാണ്ട് 2 മാസം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഒരു ഡസനോളം വിഷയങ്ങളിൽ ഇത് പാക വിവാദത്തിൽ പെട്ടു കഴിഞ്ഞു. അത് തുടക്കം മുതലേ ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ചീഫ് സെക്രട്ടറിയുടെ നിയമനമുണ്ട്, ഇലക്ഷൻ കമ്മീഷണറുടെ നിയമമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ നമ്മളെ പ്ലീഡറുടെ നിയമനമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. പിന്നെ പ്ലീഡർ നിയമനങ്ങളിൽ മൊത്തം സംഖ്യകൾ കയറി കൂടിയതിനെ പറ്റിയുള്ള വിവാദങ്ങളുണ്ട്. PMC നടപ്പിലാക്കാൻ പോയതിനെ പറ്റിയുള്ള വിവാദമുണ്ട്. വിഴിഞ്ഞത്തെ ഷെയർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. അപ്പം അന്ന് പ്രതിപക്ഷത്തിരുന്ന് വലിയ വാചകം അടിച്ച പോലെയല്ല, ഇപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ, ഭരണം കിട്ടിയത് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആ 3 പഴഞ്ചൊല്ലുകൾ, അത് ഞാൻ ആവർത്തിക്കുന്നില്ല, അത് ഈ വീഡിയോൻ്റെ ആദ്യ ഭാഗത്തുണ്ട്. അത് ഒന്നുകൂടെ നിങ്ങൾ കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇനിയും വിസ്മയങ്ങൾ വേണോ എന്ന് നമ്മുടെ ഈ മുഖ്യമന്ത്രി പറയുന്നതിനെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോള് ഒന്നും കൂടെ നിങ്ങൾ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ഈ തമാശകൾ എന്തായാലും തുടരെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല കേട്ടോ. ഇനി വേണോ ഇനി വിസ്മയങ്ങൾ വേണോ? കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.